പാരന്റ്സ് ആണെങ്കിലും മിക്കപ്പോഴും പറയാറുണ്ട് കുട്ടികൾ ഇപ്പൊ ബ്രഷ് ചെയ്യാത്ത പിള്ളേർ കാണും. അപ്പൊ അവരുടെ അത് കുഴപ്പമില്ല, പല്ല് ഇപ്പൊ പറഞ്ഞു പോവല്ലോ, വേറെ പല്ല് വരുമ്പോ നമുക്ക് നോക്കാം, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അത് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? ഇപ്പം ഈ മിൽക്ക് ടീത്ത് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല, ശരിക്കും പാൽപ്പല്ലിന് അതിൻ്റെതായ റോളുണ്ട്. അതായത് ഓരോ പാൽപ്പല്ലിനും പോകാനുള്ള ഒരു സമയമുണ്ട്, ഓരോ പെർമനന്റ് ടൂത്തും വരാനുള്ള സമയമുണ്ട്. ആ പെർമനന്റ് ടൂത്ത് വരുന്നവരെ ആ പാൽപ്പല്ല് അവിടെ നിന്നിരിക്കണം. ചവയ്ക്കാനും സംസാരിക്കാനും നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ പാൽപ്പല്ലിനൊരു റോളുണ്ട്. അപ്പം നേരത്തെ പല്ലെടുത്താൽ കുഞ്ഞുങ്ങളുടെ ബൈറ്റ് മാറാൻ സാധ്യതയുണ്ട്, ചവ മാറാൻ സാധ്യതയുണ്ട്, പിന്നെ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മിഡ് ലൈനൊക്കെ ഷിഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ ഭയങ്കര കൺസേൺ ആണ്. അവരിടുന്ന ഡ്രസ്സ്, അവർക്ക് മാച്ചിങ് ഷൂസ്, മാച്ചിങ് ഹെയർ ബാൻഡ്സ്, ഹുഡി ടീഷർട്ട്സ്, അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഹെയർ സ്റ്റൈൽ പോലും അവർ ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പം ഈ മുന്നിലത്തെ പല്ലൊക്കെ കേടായിട്ടിരിക്കുമ്പോൾ അവരുടെ ആ കോൺഫിഡൻസിനെ വരെ അത് എഫക്ട് ചെയ്യും. പല ആൾക്കാരോട് സംസാരിക്കും, സ്കൂളിൽ പോകുമ്പോൾ പുഴുപ്പല്ലി വിളിച്ചു കുറെ പിള്ളേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് കളിയാക്കുന്നു, പുഴുപ്പല്ലി എന്താ നിന്റെ പല്ല് കറുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ അതൊരു കൺസേൺ ശരിക്കും അവർക്കാണെങ്കിൽ അത് ശരിക്കും അത് മാറ്റേണ്ടത് തന്നെയാണ്. ടോട്ടൽ ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസേൺ അവർക്കുണ്ടെങ്കിൽ എന്താണോ അതിന്റെ ഐഡിയൽ ട്രീറ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രൗൺസ് ആയിരിക്കും, അത് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നല്ല മാറ്റമായിരിക്കും.